ഹായ്, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ച വിസ്മയ മോഹൻലാലാണ്. അതെ, ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് നാളെ വിസ്മയയുടെ ആദ്യ സിനിമ തുടക്കം റിലീസാണ്. പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വിസ്മയ സോഷ്യൽ മീഡിയയിലെ താരമാണ്. വിസ്മയക്കെതിരെ ഒരുപാട് നല്ല കാര്യങ്ങളും വരുന്നുണ്ട്, ചീത്ത കാര്യങ്ങളും വരുന്നുണ്ട്. വിസ്മയയുടെ വീഡിയോയ്ക്ക് താഴെ പല രീതിയിലുള്ള മോശം കമന്റ്സും പല ആൾക്കാരും പാസ്സാക്കുന്നുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയ ഇന്ന് വെച്ചു കഴിഞ്ഞാൽ ആരെയും എന്തും പറയാനുള്ള ഒരു വേദിയാണ്. ഇപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പല ആൾക്കാരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ വിസ്മയ നീറ്റ് പരീക്ഷ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അവർക്ക് തോന്നിയ കാര്യം അവർ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവയ്ക്കുന്നു. അത് അവരുടെ അഭിപ്രായമാണ്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക, അതായത് തെറ്റ് കണ്ടാൽ തെറ്റാണ് എന്ന് പറയും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇത്തരമൊരു വിഷയം വന്നു കഴിയുമ്പോൾ താൻ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോ വിസ്മയ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. അവര് അവരുടെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരും അവരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായും അഭിപ്രായം തെറ്റാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് തെറ്റാണ് എന്ന് പറയാം, അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറയാം. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അല്ലാതെ അവരെ കളിയാക്കിക്കൊണ്ട്, അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട്, അവർക്ക് വട്ടാണ്, അവരെ മെന്റൽ ഹോസ്പിറ്റലിലാക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല. ഇപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പല ആൾക്കാരുടെയും മേലെ കുതിര കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തെറി വിളിച്ച് സംസാരിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടു, പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മോശക്കാരാക്കി, അതായത് അവരെ ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന പല ആൾക്കാരും. അതുപോലെ തന്നെ ചെകുത്താനെ പോലുള്ള ചില ആൾക്കാരുണ്ട്. അതായത് മോഹൻലാലിന്റെ സിനിമ കാണാതെ അത് മോശമാണ് എന്ന് പറയുക, മോഹൻലാൽ എന്ത് ചെയ്താലും അത് തെറ്റാണ് എന്ന് പറയുക, അതായത് മോഹൻലാലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ കണ്ട് അത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയാം, മോഹൻലാൽ പറഞ്ഞ അഭിപ്രായം തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാം. പക്ഷെ എന്ത് പറഞ്ഞാലും തെറ്റാണ്, അത് മോശമാണ്, ഈ മൈപ്പൂ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് മോഹൻലാലിനെ അധിക്ഷേപിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന ചെകുത്താനെ പോലുള്ള ആൾക്കാർ. ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത്തരക്കാർക്ക് നല്ല അടിയുടെ കുറവാണ് ഉള്ളത്. ഇപ്പൊ അടുത്ത് പുള്ളിക്ക് മോഹൻലാൽ ഫാൻസ് നല്ല കൊട്ടു കൊടുത്തുന്ന കേട്ടത്. അപ്പൊ അത്തരം ആൾക്കാർക്ക് അത് ആവശ്യമാണ്. ഞാൻ ഈ തുടക്കം, അതായത് വിസ്മയ മോഹൻലാൽ നായികയാവുന്ന തുടക്കം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി, അതായത് ട്രെയിലർ ലോഞ്ചിൽ വിസ്മയ സംസാരിക്കുന്നുണ്ട്. വിസ്മയക്ക് കൃത്യമായി മലയാളം സംസാരിക്കാൻ അറിയില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ കൃത്യമായി അത് തിരിച്ചു പറയാൻ, അതായത് മലയാളം കൃത്യമായി തിരിച്ചു പറയാൻ അറിയില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. പിന്നെ സ്വഭാവം, അതായത് ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാവും പല ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അവർ തലവെട്ടിക്കുന്നത് പ്രശ്നമാണ്, ഇവരെ മെന്റൽ ഹോസ്പിറ്റലിലാക്കണം, ഇവർക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ കണ്ടെടുത്തോളം എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടി, ഇത്രയും വലിയ മഹാനടന്റെ മകളാണ്, ഒരു ജാടയുമില്ലാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പെൺകുട്ടി. അവർക്ക് നല്ല അറിവുണ്ട്. അവരുടെ ആ ഗലാട്ട പ്ലസിലുള്ള ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്താണ് എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ആൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർക്ക് മലയാളം കൃത്യമായി പറയാൻ അറിയില്ല. അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ഫേസിൽ ഉണ്ടാവും. അവർക്കൊരു പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ അവർ കൃത്യമായി സംസാരിച്ചാൽ, ഇനി ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ജാട, ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും എന്ന് പേടിച്ചിട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു ബുദ്ധിമുട്ട് അവർ കാണിച്ചത്. അതിനെന്തിനാണ് അവരെ കളിയാക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഈ കളിയാക്കുന്നവർ ആരാണ്? എനിക്ക് തോന്നിയിരിക്കുന്നത് മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അത്തരം ആൾക്കാര്. അതുപോലെ തന്നെ വിസ്മയ സംസാരിച്ച നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിസ്മയ സംസാരിച്ച ആ വിഷയത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. അതായത് അവർ ചിന്തിക്കുന്നത് വിസ്മയ രാഷ്ട്രീയം പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടിക്കെതിരാണ് എന്നുള്ള തരത്തിൽ ദേഷ്യം വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഇവരാണ് ഈ ഒരു രീതി വിസ്മയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും വിസ്മയക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ വിസ്മയ മോഹൻലാൽ നായികയാവുന്ന തുടക്കം എന്ന സിനിമ റിലീസാണ്. ജൂഡാന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ടായി, നല്ല രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പോ എന്തൊക്കെ ബുക്കിംഗ് നടന്നാലും സിനിമ മികച്ചതായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ് ആവും, മോശമായി കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അത് വിസ്മയയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ആരും വരരുത്. ഇപ്പോ തുടക്കം എന്ന സിനിമയുടെ സംവിധായകൻ ജൂഡാന്റണിക്ക് മോഹൻലാലിന്റെ ഭാര്യ, അതായത് വിസ്മയയുടെ അമ്മ,
ഒരു വാച്ച് സമ്മാനമായി കൊടുത്തിരിക്കുകയാണ്. അതായത് തുടക്കം എന്ന സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു വാച്ച് അതിന്റെ സംവിധായകന് സമ്മാനമായി കൊടുത്തിരിക്കുകയാണ്. അത് സംവിധായകൻ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി നമ്മളെ അറിയിച്ചത്. ഏകദേശം 3.5-4 ലക്ഷത്തോളം വില വരുന്ന ഒരു വാച്ചാണ് മോഹൻലാലിന്റെ ഭാര്യ ജൂഡ് ആന്റണിക്ക് നൽകിയിരിക്കുന്നത്. അതായത് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സമ്മാനം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ, വിസ്മയിപ്പിക്കട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.